മുഹമ്മദ് അബ്ബാസ് ചേരുന്നു ദോഹയിൽ നിന്ന്. അബ്ബാസ്, വാർത്താ സമ്മേളനം കഴിഞ്ഞോ? എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഖത്തർ വ്യക്തമാക്കുന്നത്? ഓക്കെ, ധന്യ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ഉച്ചകോടി നടന്ന ഷെറാട്ടൺ ഹോട്ടലിലെ ഇവിടെ അൽ റയ്യാൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു വാർത്താ മുറിയിലാണ്. ഇവിടെയായിരുന്നു പത്രസമ്മേളനം. ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി, അതുപോലെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെയും അറബ് ലീഗിൻ്റെയും ഭാരവാഹികളൊക്കെ ചേർന്നാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ആ സമയം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കെ, ഒരു പ്രസ്താവന നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ പറയുന്ന പ്രകാരം 25 പോയിന്റുകൾ അതിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു പ്രസ്താവന ആണ് ആദ്യമായിട്ട് ആദ്യത്തെ പോയിന്റായിട്ട് പറയുന്നത്. പിന്നീട് സോളിഡാരിറ്റി, ഈ ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം എല്ലാ അറബ് രാഷ്ട്രങ്ങളും പ്രഖ്യാപിക്കുന്നു. ഇത് ദോഹയിലെ ഈ ഉച്ചകോടി, അറബ് ഉച്ചകോടി അറബ് രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുകൂടി ഈ കമ്മ്യൂണിക്കെ പറയുന്നുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പിൽ ഇതിന് ഉത്തരവാദികളായവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നെല്ലാം ഇതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇങ്ങനെ വിശദമായ ഒരു 25 പോയിന്റുകളുള്ള ഒരു കമ്മ്യൂണിക്കെയാണ് നിലവിൽ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പുറത്തിറക്കിയിട്ടുള്ളത് തന്നെയാണ്. യെസ്, ഇതിൽ സംയുക്ത പ്രതിരോധ സംവിധാനങ്ങൾ, ഗൾഫ് പ്രതിരോധ ശേഷി അതൊക്കെ സജീവമാക്കുക, അതിനപ്പുറത്തേക്ക് ആവശ്യമായിട്ടുള്ള എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കാൻ GCCയുടെ ഏകീകൃത സൈനിക കമാൻഡറോട് നിർദ്ദേശിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലായിരിക്കും അതിനൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ 50ലേറെ രാഷ്ട്രങ്ങളാണ് ഇന്നത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട മുസ്ലിം ലോകത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായിട്ട് രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു. റജബ് ഉർദുഖാനെ പോലെയുള്ള തുർക്കി പ്രസിഡന്റ്, അതുപോലെ അബ്ദുൽ ഫത്താഹ് അൽ സിസിയെ പോലെയുള്ള മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ പോലെയുള്ള മസൂദ് പെസഷ്കിയാനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ അതിന് ചെയർമാനായിട്ട് ചെയർ ചെയ്തത് ഖത്തർ അമീറാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിൽ വരും സമയത്താണ് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അറബ് രാജ്യങ്ങൾ കോർഡിനേഷനായിട്ട് മുന്നോട്ട് ഏകോപിച്ച് ഇസ്രായേലിനെതിരെ, ഇസ്രായേലിൻ്റെ കിരാതമായ നടപടികൾക്കെതിരെ അവർ ഇവിടെ ഉയർത്തുന്ന മധ്യേഷ്യയിൽ, പശ്ചിമേഷ്യയിൽ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ഒന്നിച്ച് നീങ്ങണമെന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ്. അത് ഈ ഒരു കമ്മ്യൂണിക്കെ ഇന്നത്തെ അല്ലെങ്കിൽ സെപ്റ്റംബർ 9 ആക്രമണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഗസയെക്കുറിച്ചും അതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ വരും കാലത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കും എന്നതിനെ കുറിച്ചെല്ലാമുള്ള പ്രധാനമായിട്ട്, അതായത് ഈ ആക്രമണം നടന്നത് എപ്പോഴാണ് എന്ന് നമുക്കറിയാം. ഗസയ്ക്കെതിരായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴാണ്, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥത വഹിക്കുമ്പോഴാണ് ഈ ആക്രമണം ദോഹയിൽ ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യമാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. അത് ആ വിഷയത്തിൽ എന്തെങ്കിലും, അതായത് മധ്യസ്ഥ ചർച്ച തുടരുമോ, ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും? ഖത്തറിൽ തന്നെ ആയിരിക്കുമോ, ഈജിപ്ത് ആയിരിക്കുമോ? അങ്ങനെ എങ്ങനെയായിരിക്കും ഗസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകൾ ഇനി നടക്കുക, ഇല്ലെങ്കിൽ ചർച്ചകൾ ഇനി നടക്കുക എന്നത് വ്യക്തമാവുന്നുണ്ടോ? ഫലസ്തീൻ പ്രധാനമന്ത്രി അടക്കം ഇന്നത്തെ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല, ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ വിഷയമാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ ഒരു തരത്തിലുള്ള കാലതാമസമോ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കോ ഉണ്ടാകില്ല എന്ന് എല്ലാ രാഷ്ട്രങ്ങളും നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം തന്നെ ഗസക്കുള്ള ഫലസ്തീനുള്ള പിന്തുണ അൺവേവറിംഗ് ആയിട്ട് എല്ലാ രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാതെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട റോഡ് മാപ്പ് തയ്യാറാക്കുകയും ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ വൈകാരികമായ, അറബ് ലോകത്തിൻ്റെ വൈകാരികമായ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഒരു വേദന കൂടിയായി മാറിയ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുസ്ലിം രാഷ്ട്ര നേതാക്കൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇറാൻ പ്രധാനമന്ത്രി
ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് ഇതിനെതിരെ മാത്രമല്ല, തങ്ങൾക്കെതിരെ മാത്രമല്ല, അടുത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെയും ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ അതിക്രമം നടത്തുന്ന സ്വഭാവമാണ് നിലവിൽ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ പ്രിൻസിപ്പിൾസിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ യോജിച്ചുള്ള നീക്കങ്ങൾക്ക് ഈ അറബ് ഉച്ചകൂടി പുതിയ വാതിലുകൾ തുറക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്ന് മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ല എന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുമ്പിൽ വരെ ഇവരെ എത്തിക്കാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ശരി അബ്ബാസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗസ വിഷയത്തിൽ ഉൾപ്പെടെ, അതായത് ആ ചർച്ചകളെ പോലും ഒരു ശക്തിയില്ലാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ വളരെ ദുർബലമാക്കുന്ന തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ, ഈ ആക്രമണം കൊണ്ടുപോയിരുന്നു. അതുകൂടിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന്, അറബ് രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യത്തിൽ പ്രതിരോധിക്കും എന്നുള്ള തരത്തിലേക്കാണ് ഉച്ചകോടി നടന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് അബ്ബാസ് വിവരങ്ങൾ നൽകിയത്.